മെയ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. എന്താന്ന് പോലും അറിയില്ല, PSC എന്താണെന്ന് അറിയില്ല, കമ്പനി ബോർഡ് എക്സാം എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു വീഡിയോ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് PSC എക്സാം എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ PSCയിൽ നിയമനം നടക്കുന്നതും അതുപോലെ തന്നെ ലിസ്റ്റിൽ വന്നാൽ നമുക്ക് ജോലി ഉറപ്പ് പറയാൻ പറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ മാസം 15-ാം തീയതി, അതായത് ഒക്ടോബർ 15-ാം തീയതി നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഫൈല് വഴി നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഡിഗ്രി യോഗ്യതയുള്ളവരിൽ നിങ്ങൾ ഏത് എക്സാം എഴുതുന്നവരാവട്ടെ, അതായത് നമ്മളുടെ SBCID ആവട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആവട്ടെ, ഏതൊരു എക്സാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡിഗ്രി ലെവലിൽ നല്ല സ്റ്റാൻഡേർഡ് പോസ്റ്റിൽ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ നിയമനമുള്ളതും നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ്. ഓക്കെ, അപ്പോൾ നിലവില് നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ ഈ മാസം 15-ാം തീയതി എന്താണ് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അതിന് വൺ ടൈം ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് PSC 2 നോട്ടിഫിക്കേഷനാണ് വിളിക്കുന്നത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞ പോലെ KSFE KCB പോകുന്നതും മറ്റൊന്ന് KSRTC പോലുള്ള നമ്മുടെ മറ്റ് ബോർഡിലേക്ക് പോകുന്ന 2 എണ്ണമാണ് വിളിക്കുന്നത്. അതിൽ KSRTCയിൽ നിലവിൽ 700+ എന്ത് പോയിട്ടുണ്ട്, വേക്കൻസി, അതുപോലെ അഡ്വൈസ് പോയിട്ടുണ്ട്. നമ്മുടെ KSFEയിലേക്കൊക്കെ വരുമ്പം ഏകദേശം 1500+ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസും ഇപ്പം നിലവിലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളിപ്പോൾ ഡിഗ്രി ക്വാളിഫൈ ചെയ്ത് നിൽക്കുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ 36-ാമത്തെ വയസ്സാണ് ജനറൽ കാറ്റഗറിയിൽ ഈ ഒരു വീഡിയോ കാണുന്നത്. ഇനി നിങ്ങൾ 39-ാം വയസ്സാണ് OBCയിൽ ഈ ഒരു വീഡിയോ കാണുന്നത്. അതായത് ഈ മാസം നോട്ടിഫിക്കേഷൻ വന്നാൽ 36 വയസ്സ് ജനറൽ ആവട്ടെ, 39 വയസ്സ് നിങ്ങളുടെ OBC ആവട്ടെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറയുന്നത്, നമുക്ക് ഈ ഒരു എക്സാം മുൻപ് നടന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ് നോക്കിക്കേ. അതായത് നമുക്ക് 2022 ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് കാറ്റഗറി 26/2022 ആയിരുന്നു. ഇനി ഇതിന്റെ അവസാന തീയതി, അതായത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്നായിരുന്നു, മാർച്ച് 3, അതായത് മാർച്ച് 2022 മാസം അവസാനമായിരുന്നു. ഓക്കെ, അപ്പോൾ 2022 മാർച്ചിൽ നമുക്കിതിൻ്റെ എക്സാം ഒക്കെ മീൻസ് നോട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് എക്സാം ഡേറ്റ് വന്നത് എപ്പോഴാണ്, ഒരു പ്രിലിംസ് ഉണ്ടായിരുന്നു, മെയിൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂൺ 6, 2023 അതിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ? ഇനി 2023 എക്സാം കഴിഞ്ഞ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ്, 2024 മാർച്ചിലാണ്. ഓക്കെ, അതായത് മാർച്ച് മാസമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, 2024 നോട്ടിഫിക്കേഷൻ വന്നത്. ഐ മീൻ റാങ്ക് ലിസ്റ്റ്, മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇനി മെയിൻ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്, 3 വർഷമാണ് അല്ലെ. അതായത് 3 വർഷമാണ്. അപ്പം 2027 വരെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2022 ഇതിൽ അപേക്ഷിച്ച് 2027 ആകുമ്പോഴാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിന് കാലാവധി തീർന്ന് നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക്, അതായത് ആദ്യത്തെ റാങ്കിലുള്ളവർക്ക് നേരത്തെ തന്നെ ജോലി കയറാൻ പറ്റും. പക്ഷെ ഈ പഠനം നിങ്ങൾ ഒരിക്കലും വെറുതെ ആവില്ല. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ്, നല്ലൊരു പോസ്റ്റിലേക്കാണ് കയറാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സെയിം കണക്ക് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കിക്കേ. 2025 ഒക്ടോബർ മാസം നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ. 2026 എന്ത് ചെയ്യണം, പ്രിലിംസും മെയിൻസും എക്സാം കഴിയണം. 2027 എന്ത് വേണം, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് PSC പുറത്തുവിടണം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് എപ്പോഴാണ്, 2030 അല്ലെ. 2030 അതായത് 3 വർഷമാണ് അല്ലെ. 2030 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. ഓക്കെ, ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചില്ല, വെറുതെ അപ്ലൈ ചെയ്യാണ്, എന്തെങ്കിലും നമുക്ക് ഇനി ഏജ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കുവാണ്. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇതും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ
ഇനി എപ്പോഴും അതിന്റെ നോട്ടിഫിക്കേഷൻ അടുത്തത് വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. എപ്പോഴും 2030 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണല്ലേ. അപ്പം 2002 വിളിച്ചതിന് ശേഷം പിന്നെ വിളിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് 2023 അതായത് 2022 വിളിച്ചിട്ട് 3 വർഷം കഴിഞ്ഞ് 25 അല്ലെ. ഇനി 2028 വന്ന് എക്സാം കഴിഞ്ഞ് ഇനി 33. അപ്പൊ ഇതാ നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2025 കഴിഞ്ഞ് ഈ ഒരു ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളിപ്പം പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വർഷമാണ് ഇനി മുന്നോട്ട് പോകുന്നത് അല്ലെ. ചില ആളുകൾക്ക് വീഡിയോ കാണുന്നവർക്ക് ഇനി എക്സാം എഴുതാൻ പോലും എന്തുണ്ടാവില്ല, ടൈം ഉണ്ടാവില്ല. ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജ് എന്താവും, ലിമിറ്റ് ഓവറായി കാണാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ ഏതൊരവസരവും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചേരണമെന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണ്, എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല എങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 3500 രൂപയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ്സസ് എവിടെ ചെന്നാലും കിട്ടും, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. പക്ഷെ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. എങ്ങനെ പഠിക്കണം, ഒരു ദിവസം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് 3 സബ്ജക്ട് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രിലിംസ് മാർക്ക്, ഒരു 50 മാർക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡേ 1 ഡേ 2 അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ വേറെ ഒന്നും ഫോളോ ചെയ്യേണ്ട, ക്ലാസ് മാത്രം ഫോളോ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ പറയും പോലെ നിങ്ങൾ ഫോളോ ചെയ്യണം, അതാണ് നമ്മളുടെ കണ്ടീഷൻ. ഡേ 1 3 ടോപ്പിക്ക് നിങ്ങൾ ആ പഠിച്ചതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതി നോക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് ആ പഠിച്ചതിൽ നിന്ന് എത്രമാത്രം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡേ 1 ഡേ 2 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്, അതിൻ്റെ എക്സാം 5 ദിവസം 10 15 അങ്ങനെ കൂടി ഒരു മാസമാകുമ്പോൾ ആ ഡേയിൽ നമ്മൾ പഠിച്ച മുഴുവനും മന്ത്ലി എക്സാം ഉണ്ട്. പോരാതെ മാക്സിമം നമ്മൾ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് പ്ലസ് ഇനി ആ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് കാണാൻ പറ്റും. മെന്റൽ സപ്പോർട്ട് ഉണ്ടാകും നിങ്ങൾക്ക്. എന്താണ്, നമുക്ക് മെന്റർ സപ്പോർട്ട് നമ്മളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിപ്പിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മീൻസ് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ നമ്മളുടെ ഫാക്കൽറ്റി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലൈഫിൽ നിങ്ങൾ ഈ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും, അതായത് വെറുതെ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നല്ല രീതിയിൽ പഠിച്ചൊരു 6 7 ഒരു 9 മാസം നിങ്ങൾ ഇതിനു വേണ്ടി മെനക്കെടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി ഏറ്റവും നല്ല, അതായത് ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതും നമുക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. മാത്രമല്ല ഡിഗ്രി ലെവലിന്റെ നിലവാരമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള NCERT SCERT ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൂടാതെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് PYQ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണക്റ്റഡ് ഫാക്ട്സും PYQും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സാം എടുക്കുമ്പോൾ മാക്സിമം റിവിഷൻ ക്ലാസ്സസും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, സ്റ്റോറിൽ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് റിസീപ്റ്റ് അയക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നിങ്ങളുടെ മെന്ററിനെ അലോട്ട് ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ ഏത് ലെവലാണ്, ബേസിക് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, അഡ്വാൻസ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾ മെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതനുസരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ ഫസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെന്റേഴ്സ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ PSC സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.